ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ആയപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്നപ്പോൾ കുറച്ച് സമയത്തൊരു ഇടവേള കിട്ടിയപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. നമ്മളിവിടെ മഴ പെയ്ത് തോർന്ന അപ്പത്തിന് നല്ല ഫ്രഷ് ആവും കേട്ടോ. മഴ പെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണെന്നൊന്നും തോന്നൂല. അപ്പോൾ തന്നെ വെള്ളമൊക്കെ ഒഴിഞ്ഞു പോയി നല്ല ഫ്രഷ് ആയിട്ടാണ് കിടക്കുക. അപ്പോൾ ഞാൻ മെല്ലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാട്ടോ. നമ്മൾ ഡ്രമ്മിൽ മുളകിൻ്റെയും തക്കാളിൻ്റെയും ഒക്കെ തൈ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ മുളക് പറിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മൂത്ത് നിൽക്കണ കണ്ടിരുന്നു ഇന്നലെ. അപ്പോൾ ഞാനത് കണ്ട് പാത്രം എടുക്കാൻ പോയപ്പോഴാണ് മഴ പെയ്തത്. അപ്പം ഇന്ന് അതൊന്ന് പറിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പം ഇങ്ങനെ പോണ പോക്കിൽ ഓർക്കിഡ് ഗാർഡൻ ഒന്നും ശ്രദ്ധിക്കാതെ ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു വെറൈറ്റി ഓർക്കിഡ് നല്ലോണം പൂവിട്ടിട്ടുണ്ട്. ഇത് ബ്രാസവോള എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് 15 വർഷം മുന്നേ ഞാൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അന്നൊക്കെ എവിടെ പോയാലും എന്തെങ്കിലും പ്ലാന്റ്സും കൊണ്ടാണ് വരിക. അന്ന് അവിടെയുള്ള എൻ്റെ മൂത്തച്ഛൻ്റെ ഉമ്മാക്ക് നല്ല ഓർക്കിഡിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് എല്ലാത്തിൻ്റെയും ബേബി പ്ലാന്റ് വാങ്ങിയിട്ട് വന്നതായിരുന്നു. അത്രയും വർഷം പഴക്കമുണ്ട് കേട്ടോ അത് ഇതിൻ്റെ മദർ പ്ലാന്റിന്. ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ വെച്ച് അന്ന് ഞാൻ കൊണ്ടുവന്ന് അന്ന് ഓർക്കിഡ് എന്താണെന്നോ ഓർക്കിഡിനെ പറ്റിയൊന്നും കൂടുതലായിട്ടൊന്നും ഇവിടെ അറിയില്ല കേട്ടോ. ഞാനങ്ങനെ എല്ലാ നഴ്സറികളിലും ഒന്ന് കയറും, ഓർക്കിഡൊന്നും കാണാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അവർ പറഞ്ഞു തന്നതനുസരിച്ച് ഞാൻ ചകിരിയും അതൊക്കെ ഇട്ട് നെറ്റൊക്കെ വാങ്ങി കെട്ടി ഒക്കെ ഞാൻ തന്നെ പോട്ടൊക്കെ റെഡിയാക്കി, കോണിൻ്റെ പോട്ടൊക്കെ റെഡിയാക്കി നമ്മുടെ ഒരു 2 പനകളുണ്ടല്ലോ മുന്നിൽ നിൽക്കണ അതിന്മേൽ വെച്ചതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 6 വർഷം മുന്നേ വീണ്ടും എനിക്ക് ഒരു ഓർക്കിഡ് ഭ്രാന്ത് തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഞാനതൊക്കെ എടുത്ത് ശരിയാക്കി. നമ്മളെ പറമ്പിലുള്ള പേരക്കൊക്കെ അങ്ങോട്ട് മുറ്റത്തേക്ക് എത്തിയിരുന്നു കേട്ടോ മഴ പെയ്തപ്പോൾ. നിറയെ പേരൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല, ഒരു കുത്തുകുത്ത് ഇങ്ങനെ വരിക, കറുപ്പ് കുത്തുകുത്ത്. പക്ഷെ ഉള്ളിൽ കഴിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അധികം കിട്ടാറൊന്നുമില്ല. മുല്ലൊക്കെ നല്ല പടർന്ന് പന്തലിച്ച് എല്ലാ വർഷവും ഞാൻ വെട്ടിക്കൊടുക്കും കേട്ടോ. പക്ഷെ അതേപോലെ തന്നെ പടർന്ന് പന്തലിച്ച് വരും. നല്ല മഴയൊക്കെ കിട്ടി, കറിവേപ്പൊക്കെ നല്ല ഇലച്ച് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ മുളക് തൈ ആദ്യത്തെ ഹാർവെസ്റ്റിങ് കേട്ടോ. വെച്ചിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ, ചെറിയ തൈയാണ്, ഇങ്ങനെ വലുതായി വരുന്നേ ഉള്ളൂ. നിറയെ മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുളകുകൾ മൂത്ത് നിൽക്കണമുണ്ട്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുമല്ലോ ഒരു മുളക്, ഉണ്ടമുളക്, അതാണ് കേട്ടോ. നല്ല എരിവുണ്ടാവും തോന്നുന്നുണ്ട് കണ്ടിട്ട്. അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം മൂത്തത് മാത്രം നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. കാര്യമായിട്ട് വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അന്ന് തൈ നട്ടപ്പോൾ കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുത്തു എന്നല്ലാതെ, കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുത്തിരുന്നു എന്നല്ലാതെ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഞാനും മാസിയും കൂടി അന്ന് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ തൈകൾ വെച്ചതാണ് കേട്ടോ. തക്കാളി തൈന് അത്ര വലിയ ഉഷാറൊന്നുമില്ല, വഴുതനയും അത്ര വലിയൊരു ഉഷാറ് കാണുന്നില്ല. പക്ഷെ മുളക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ഡ്രമ്മിൽ ഒരു 4-5 തൈ വെച്ചാൽ തന്നെ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള മുളക് കിട്ടും കേട്ടോ. മുളക് നല്ലോണം കായ്ക്കുമല്ലോ. ഇതിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മുളക് മൂത്തതുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മറ്റേതും 2 ദിവസം കൊണ്ടൊക്കെ ആവും. ഒരുപാടുണ്ട്, ചെറിയ മുളകും വലിയ മുളകും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട് കേട്ടോ. നല്ല സൈസ് വരുന്ന മുളകാ തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ ഓരോ മുളകും. നമ്മൾ മുരിങ്ങമരം ഞാൻ വെട്ടിക്കൊടുത്തിരുന്നു. ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ, ഡ്രമ്മ നിൽക്കിയപ്പോൾ വേര് പൊട്ടിയപ്പോൾ ചെറിയൊരു വാട്ടം വന്നിരുന്നു. അന്ന് മുറിച്ചു കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത് തളിരൊക്കെ വന്ന് നല്ലോണം ഇളച്ച് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പോണ്ടിൽ നമ്മൾ ആമ്പൽ റീപ്ലാന്റ് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ വെക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പോട്ടിലാക്കി വെച്ചതായിരുന്നു കേട്ടോ. അത് തോന്നുന്നുണ്ട് ആമ്പലിന് വലിയൊരു ഉഷാറില്ല. പക്ഷെ ഒരുപാട് തൈകൾ, ഇതിൻ്റെ ഈ ഒരു ആമ്പലിൻ്റെ ഒരു പ്രത്യേകത, ഓരോ ഇലകളും ചീഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തു നിന്നൊരു തൈ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒരുപാട് തൈകളുണ്ട്. ഇനിയിപ്പോൾ ആ തൈകളൊക്കെ വേരിറങ്ങി പിടിച്ചോളൂ കേട്ടോ.
ഈ ആമ്പൽ അങ്ങനെ ഇങ്ങനെയൊന്നും പോകുകയൊന്നും ചെയ്യില്ല. പക്ഷെ വേറെ ഏതെങ്കിലും വെറൈറ്റി കൊണ്ടുവന്നിട്ടാൽ ഇത് നശിച്ചു പോകുന്നുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം പല വെറൈറ്റി ആമ്പലും കൊണ്ടുവന്നിട്ടിട്ട് ഇത് പോയി. പക്ഷെ വേറെ ഏത് വെറൈറ്റി ആമ്പൽ വെച്ചാലും ഇതുപോലെ പൂവുണ്ടാവില്ല കേട്ടോ. ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമയത്തും പകൽ സമയം ഫുൾ ടൈം പൂ വിരിഞ്ഞ് നിൽക്കും, രാത്രിയാണ് കൂടുള്ളൂ കേട്ടോ. ഒട്ടുമിക്ക ആമ്പലും രാത്രി വിരിയും, പകൽ സമയത്ത് പൂടി നിൽക്കും കേട്ടോ. അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ പിന്നെ നമുക്ക് കാണണമെങ്കിൽ പകല് പൂവാണല്ലോ. അപ്പം ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഇത് തന്നെ വെക്കും. അങ്ങനെ ഒരു വയലറ്റ് പൂവാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിന് മുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ ആ തൈകൾ താഴേക്ക് ഇറങ്ങി വേരിറങ്ങി പിടിച്ചോളും വിചാരിക്കണം. ആകെ അങ്ങോട്ട് നിറഞ്ഞു വന്നിരുന്നു പായൽ, അതാണ് ഞാൻ പോട്ടിലാക്കി വെച്ചത്. പക്ഷെ പോട്ടിലാക്കി വെച്ച കാരണം തോന്നുന്നുണ്ട് ആമ്പലിനൊരു ഉഷാറില്ല. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറുക്കന്മാർ വെള്ളത്തിൽ ഇറങ്ങുകയാണ്, ഇറങ്ങി തപ്പും ചിലപ്പോൾ. പിന്നെ മീനിനെ കിട്ടുമെന്ന് നോക്കാനായിരിക്കും. അതുപോലെ തന്നെ പൊന്മ ഒക്കെ വന്നിട്ട്, മൂങ്ങ ഒക്കെ വന്നിട്ട് നല്ലോണം മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കേട് പറ്റണമായിരിക്കും ആമ്പലിന്. എന്നാലും നല്ല ഈ മീനിൻ്റെ കുഞ്ഞുങ്ങൾ നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഈ റെഡ് കളറിൻ്റെ. എനിക്ക് കാക്കത് കാണിച്ചു തരുമായിരുന്നു, കാക്ക തിന്നാട്ട് കൊടുത്തപ്പോൾ ഒരുപാട് ബേബീസ് ഉണ്ടായിരുന്നു. അതൊക്കെ വലുതായി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ കേട്ടോ. ഈ ഒരു റെഡ് പുള്ളിയുള്ള കോഴിക്കാർപ്പല്ല, വേറെ കോഴിക്കാർപ്പിനോട് സാമ്യമുള്ള ഒരു ടൈപ്പ് മീനുണ്ടല്ലോ, പേര് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചിലർ ചോദിക്കാറുണ്ട് കേട്ടോ, മഴ പെയ്ത് വെള്ളം ഒഴുകുമ്പോൾ മീൻ അതിൻ്റെ കൂടെ ഒഴുകി പോകില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഒഴുകി പോകാറൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നൊക്കെ 2-3 ദിവസം അടുപ്പിച്ച് ഓരോ മീനിനെ പുറത്തെടുത്തിട്ട് അത് ചത്തു പോയിരുന്നു കേട്ടോ. കുറുക്കന്മാരെ പണിയായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ, അല്ലാതെ ഒഴുകിപ്പോയി ചാവലൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം കാക്കാൻ്റെ കൂടെ കോട്ടക്കൽ ഹോം സ്റ്റൈലിലൊന്ന് പോയി വന്നു കേട്ടോ. ആ ഇട്ട ഡ്രസ്സോട് കൂടി തന്നെയാണ് പോയിരുന്നത്. അതാണ് വാച്ചും മോതിരം കയ്യിലിട്ട. കയ്യുമ്മ പോകുമ്പോൾ ഒരു കൈ ബ്ലാങ്ക് ആണല്ലോ, അപ്പോൾ വാച്ചും മോതിരം എടുത്ത് കെട്ടും. അല്ലാതെ മിക്കവാറും വീട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് എന്തെങ്കിലും പർച്ചേസിങ്ങിനൊക്കെ ഇതേപോലെയൊക്കെ പോകുമ്പോൾ പോവാട്ടോ. മോൻ്റെ ലഞ്ച് ബോക്സ് നന്നേ ചെറുതായിരുന്നു, അപ്പോൾ ഈ പ്രാവശ്യം മുതൽ ചോറ് കൊടുത്ത് വിട്ട് നോക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാരി കഴിക്കാനുള്ളൊരു സ്പേസ് വേണമല്ലോ, അപ്പോൾ കുറച്ച് വലിയ ലഞ്ച് ബോക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ, അതിൻ്റെ പുറമെ കളറ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഉള്ളിലുള്ള പാത്രം പ്ലാസ്റ്റിക് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, അത്യാവശ്യത്തിന് വലിപ്പമുണ്ട്. 900 സംതിങ് ആണ് റേറ്റ് വന്നത് കേട്ടോ. നല്ല പ്രോഡക്റ്റാണ്, നല്ല അത്യാവശ്യത്തിന് വലിപ്പവും അതേപോലെ സ്റ്റീലും ആണല്ലോ. അപ്പോൾ ഇതാ അങ്ങനെ ഒരു ലഞ്ച് ബോക്സ് വാങ്ങി കേട്ടോ. ലഞ്ച് ബോക്സ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ അവന് കൊടുത്തു വിട്ടുകൊണ്ടിരുന്നത്, അപ്പോൾ അത്ര വലിയ വലിപ്പം വേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ടപ്പർ വെയറിൻ്റെ ഒരു ലഞ്ച് ബോക്സാണ് സ്ഥിരമായിട്ട് അവൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിങ്ങനെ 2 കമ്പാർട്ട്മെൻറ്റ്, അപ്പോൾ വാരി കഴിക്കാൻ ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് ഇപ്പം ഇങ്ങനെ വാങ്ങിയത് കേട്ടോ. അതേപോലെ ഇത് നമ്മൾ മസാലകൾ, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ സ്റ്റോക്ക് വെക്കുമല്ലോ സ്റ്റോറിൽ, അതിന് വേണ്ടി വാങ്ങിയതാട്ടോ. ഞാൻ സ്റ്റോറിൽ വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിലാണ് കേട്ടോ ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെ മേലെ ചെറിയൊരു ലിട്ടുണ്ടല്ലോ, ചില സമയത്ത് അത് നല്ലോണം പ്രസ്സായിട്ട് അമർന്ന് നിൽക്കൂല കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലി മുളകിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവറൊക്കെ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് കരുതിയിട്ട് ഇപ്പം ഞാനതിൽ വെക്കാറില്ല കേട്ടോ. അപ്പോൾ 2 കണ്ടെയ്നർ വാങ്ങി. ഇതിന് 700 സംതിങ് ആണ് റേറ്റ് വന്നത്. ഇത് അതിൻ്റെ ചെറിയ ടൈപ്പ് വാങ്ങി, ലൂമിനാർക്കിൻ്റെ ആണിത്. ഇത് വേറെ ബ്രാൻഡാണ് കേട്ടോ. ഇതിൻ്റെ ഐക്യൻ്റെത് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ വീട്ടിലെത്തിയത് കഴുകി വെക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് അരിപ്പൊടിയും ആട്ടപ്പൊടിയൊക്കെ വെക്കാനും ഇത് തന്നെ വാങ്ങിയാൽ മതിയായിരുന്നു കേട്ടോ. ഇനി ഇൻഷാല്ലാ പിന്നെ പോകുമ്പോൾ വാങ്ങിയിട്ട് വരണം. ഇതിന് വാഷറുണ്ട്, അപ്പോൾ നല്ല എയർ ടൈറ്റുമാണ്. പിന്നെ ഗ്ലാസിൻ്റെതാവുമ്പോൾ നമ്മൾ പൊട്ടണമെന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അങ്ങനെ സ്റ്റോറിൽ വെക്കുന്ന ഇതാവുമ്പോൾ നമ്മളങ്ങനെ എടുത്തിട്ട് വരില്ലല്ലോ, അങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ട് വരില്ല ചെയ്യാം, അങ്ങനെ പൊക്കിയെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ലല്ലോ. അപ്പോൾ പൊട്ടാതെ സൂക്ഷിച്ചാൽ മതി. പൊട്ടാതെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ കഴുകിയാലും നല്ല പുത്തനായിട്ടിരിക്കും കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മല്ലി മുളക് മഞ്ഞളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ പിടിക്കും, സ്റ്റെയിനൊക്കെ പിടിച്ച് ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. പൊട്ടനാകുമ്പോൾ പിന്നെ പൊട്ടണതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നല്ല എന്നും പുത്തനായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി കമഴ്ത്തി വെക്കട്ടെ, എന്നാൽ പിന്നെ നാളെ
നേരം വെളുക്കുമ്പോഴേക്കിന് നല്ല ഉണങ്ങി ഫ്രഷ് ആയിട്ടിരുന്നോളൂ കേട്ടോ. ഡിഷ് വാഷറിൽ വെച്ചാൽ അപ്പോൾ അത് കഴുകി ഉണങ്ങി തന്നെ കിട്ടും കേട്ടോ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇടിമിന്നൽ ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് പേടിയാട്ടോ, ചിലപ്പോൾ ഇടിമിന്നലിനെ പറ്റിക്കുന്ന് എഴുതിയിട്ട്. കുറച്ച് ദിവസം മുന്നേ നല്ല ഇടിമിന്നൽ ഉണ്ടായി ഇവിടെ. അതിൽ കുറേ നാശനഷ്ടം ഉണ്ടായി കേട്ടോ. 7 ഫാൻ തന്നെ പോയി. പിന്നെ നമ്മുടെ ബ്രേക്കർ പെട്ടെന്ന് താഴും. പക്ഷേ ഇൻവെർട്ടർ പഴയ മോഡലാണല്ലോ, വീട് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വെച്ച ഇൻവെർട്ടറാണ്. അപ്പോൾ അതിന് ബ്രേക്കർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻവെർട്ടർ ഉള്ള ഭാഗത്തേക്കുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പോയിട്ടോ. TV, ഫാന്, അതേപോലെ ഇൻവെർട്ടർ ഒക്കെ അടിച്ചു പോയി. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ ഇടിമിന്നലൊക്കെ ഉണ്ടായാലും എഴുതിയിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഡിഷ് വാഷർ ഓണാക്കാനൊന്നും നിൽക്കണില്ല, കഴുകി. ഇതിപ്പോൾ നേരം വെളുക്കുമ്പോഴേക്കിന് തന്നെ വെള്ളമൊക്കെ വാർന്ന് നല്ല ഫ്രഷ് ആയിക്കോളും. ഈ ഒരു മോഡലിൽ അതേ ബോട്ടിൽ തന്നെ ഞാൻ ഐക്കിന്ന് വാങ്ങിയതുണ്ട് കേട്ടോ. ഐക്കിൽ ഇത്ര വില ഉണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട്. ഇത് 199 രൂപയാണ് കേട്ടോ ബോട്ടിൽ വന്നത്. പക്ഷെ അത്രയും ഉണ്ടായിരുന്നില്ല ഞാൻ ഐക്കിന്ന് വാങ്ങുമ്പോൾ. മേ ബി ചിലപ്പോൾ ആ സമയത്ത് ഓഫർ ഉണ്ടായിട്ടുള്ളതായിരിക്കും. ഐക്കിൽ പൊതുവേ ചില സാധനങ്ങൾക്ക് വളരെ വില കുറവാണ്, ഹൈ ക്വാളിറ്റിയും വില കുറവുമാണ്. ചില സാധനങ്ങൾക്ക് ഭയങ്കര റേറ്റുമാണ്. നല്ല ക്വാളിറ്റിയിലൊരു കോംപ്രമൈസും ഇല്ല ഐക്കിൻ്റെ പ്രൊഡക്റ്റൊന്നും. പക്ഷെ ചില സാധനങ്ങൾക്ക് ഭയങ്കര റേറ്റ് ആയിരിക്കും. ചില സാധനങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും റേറ്റ് ഉണ്ടാവില്ല. അതാണ് അങ്ങനെ ഐക്കിൻ്റെ പ്രൊഡക്റ്റ്. പിന്നെ വേറൊരു ഗ്ലാസ് കണ്ടെയ്നർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതിൽ ഈത്തപ്പഴം ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മഞ്ഞൾ ഇതിലിട്ട് വെക്കാം. മഞ്ഞൾ നമ്മൾ മുളകിൻ്റെ മല്ലിൻ്റെ അത്രയൊന്നും പൊടിച്ച് വെക്കൂലല്ലോ, അപ്പോൾ ഇതിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇത് കുറച്ച് മുന്നേ ഞാൻ മീഷോയിലാണോ ആമസോണിലാണോ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, വാങ്ങിയതാണ് കേട്ടോ. ഞാൻ ബിസ്ക്കറ്റ് ഒക്കെയാണ് ഇട്ട് വെച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോഴൊക്കെ മോനതെടുത്ത് തുറന്ന് ഇതാക്കണോണ്ട് ഇപ്പം ഞാനതിൽ ഒന്നും ഇട്ട് വെക്കാറില്ല കേട്ടോ. അവന് കയറിയിട്ട് തുറക്കലും അടക്കലൊക്കെ ആകുമ്പോൾ പൊട്ടി അവൻ്റെ മേലൊക്കെ തട്ടിയാലോന്ന് എഴുതിയിട്ട് ഞാൻ അതിലിട്ട് വെക്കാറില്ല. ഇപ്പോൾ ഈത്തപ്പഴമോ ബിസ്ക്കറ്റോ ഒക്കെയാണ് ഞാൻ അതിലിട്ട് വെച്ചുകൊണ്ടിരുന്നത്. ഇനി പതുക്കെ മാറ്റി എല്ലാം ഗ്ലാസ് കണ്ടെയ്നർ തന്നെ ആക്കണം വിചാരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചിട്ടുള്ള ആ പ്ലാസ്റ്റിക് കണ്ടെയ്നറും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതാണ് കേട്ടോ ഞാൻ ഐക്കിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ 3 4 ഉണ്ട്. പിന്നെ ക്ലിപ്പുള്ള ടൈപ്പും ഞാൻ അവിടെ നിന്ന് വാങ്ങിയിരുന്നു. ഞാൻ ഗീ ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ള അതിലാണ് കേട്ടോ. പതുക്കെ ഇനി ഒക്കെ ഗ്ലാസ് കണ്ടെയ്നർ തന്നെ ആക്കി കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ സമയത്ത് മാസി ഓൺലൈൻ മദ്രസയിൽ ഇരിക്കുന്ന ടൈമാട്ടോ. അവന് ഓൺലൈൻ ക്ലാസ്സിലാണ്, അതാണ് ആളങ്ങോട്ടൊന്നും കാണാത്തത്. അവൻ്റെ അടുത്തൊന്ന് പോയി നോക്കട്ടെ. ക്ലാസ്സിലിരിക്കൽ നല്ല സീനാണ് കേട്ടോ. ഇപ്പോൾ വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിട്ടാണ് ടീച്ചറായിട്ട്. അവനിഷ്ടമാണ് കേട്ടോ ക്ലാസ്സിലിരിക്കാൻ. പക്ഷെ അടങ്ങിയിരിക്കുക പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അവന് സ്കൂളിൽ എങ്ങനെയാണ് ടീച്ചർ അടക്കിയിരുത്തുന്നതെന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ കണ്ടപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. കമൻറ്റിലൂടെ വിശേഷങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണുന്നവരെയും അസ്സലാമു അലൈക്കും, ബൈ.